أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالعرجون القديم. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون. وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون. وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين. ويقولون متى هذا الوعد إن كنتم صادقين. ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. قال
قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഈ വേദിയിൽ സന്തോഷപൂർവം വന്ന് അല്ലാഹുവിൻ്റെ അർത്ഥവത്തായ കലിമത്തുകളുടെ താൽപര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ആമുഖ ഭാഷണത്തിന് സ്ഥാനം കാണാതെ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ആളുകൾ ഈ മഹത്തായ മജ്‌ലിസിന്റെ ബഹുമാനമാലോചിച്ച് നീറുന്ന പല പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ അപേക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് ആ അപേക്ഷകൾ എന്ന് നമുക്കറിയാം. എന്തെല്ലാം മുറാദുകളാണ് ഓരോരുത്തരും പറഞ്ഞതെന്ന് അവനവന് ശരിക്കറിയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് നമ്മുടെ ഉദ്ദേശങ്ങൾ അറിയാൻ നാം അത് പറയേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നന്നായി അറിയുന്നവനാണ്. റഹ്മാനായ റബ്ബേ, ഈ സദസ്സിലിരിക്കുന്ന സഹോദരന്മാര് സഹോദരിമാര്, ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവർക്കുമൊക്കെയായുള്ള എന്തെല്ലാം ദുന്യവിയും ഉഖ്റവിയുമായ ഉദ്ദേശങ്ങളുണ്ടോ അത് മുഴുവനും നീ സഫലമാക്കി തരണേ അല്ലാഹ്. പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ലാഹ്. കടങ്ങൾ വീട്ടിത്തരണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. മക്കളെ നന്നാക്കി തരണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ നൽകണേ അല്ലാഹ്. ആമീൻ എന്ന് ദുആ ചെയ്ത് വിഷയസംബന്ധമായ ചർച്ച അത് വിശാലമാണ്. ഇന്നലെ ആരോ ചോദിച്ചു, ഉസ്താദെ 10 ദിവസമാകുമ്പോൾ യാസീൻ പകുതിയാകുമോ എന്ന് ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പരമാവധി ഇന്ന് നാം പറയാൻ ഉദ്ദേശിച്ചിരുന്നത് മൂല്യ നിഷേധത്തിന്റെ ദുരന്തത്തെക്കുറിച്ചായിരുന്നു. ഭൂമിയിൽ അള്ളാഹു തന്ന സുഖസൗകര്യങ്ങൾ ആസ്വദിച്ച് കഴിഞ്ഞുകൂടുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തായിരിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനത്തിലെ ഭയാനകത അതൊക്കെയായിരുന്നു പറയണമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഇന്നലെ കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ എന്ന തലക്കെട്ടിൽ 3 കാര്യങ്ങൾ സംസാരിക്കേണ്ടടുത്ത് വആയത്തുല്ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ വഅഖറജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ വആയത്തുല്ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹു നഹാറ ഫഇദാഹും മുദ്ലിമൂൻ എന്നതും
വആയത്തുല്ലഹും അന്നാ ഹമൽനാ ദുർരിയ്യതഹും ഫിൽ ഫുൽക്കിൽ മഷ്ഹൂൻ എന്നും പറഞ്ഞ രണ്ട് ദൃഷ്ടാന്തങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അതേക്കുറിച്ചൊരു ചെറിയ വിവരണം നടത്തിയിട്ട് ഇന്ന് പറയാൻ ഉദ്ദേശിച്ച വിഷയവും കൂടെ ഒന്നങ്ങ് ചെറുതാക്കും. നാളെ സ്വർഗത്തെക്കുറിച്ചുള്ള നല്ല ഒരു അവതരണം നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ, ഇന്ന അസ്ഹാബുൽ ജന്ന, അവിടേക്ക് അങ്ങോട്ട് എത്തിക്കണം, അതെത്തണം. അതിനുവേണ്ടി നമ്മൾ സമയം പരമാവധി ക്രമീകരിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. വആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹു നഹാറ ഫഇദാ ഹും മുദ്ലിമൂൻ. ആയത്തിന്റെ സ്വഭാവമൊക്കെ ഇന്നലെ പറഞ്ഞു. കേവലം തെളിവല്ല ആയത്ത്, ഏത് കണ്ണടക്കുന്നവനെയും അവന്റെ കണ്ണ് തുറപ്പിക്കുന്ന ദൃഷ്ടാന്തമാണ് ആയത്ത്. വആയത്തുൽ ലഹുമുൽ ലൈൽ, മനുഷ്യർക്ക് വ്യക്തമായ ദൃഷ്ടാന്തമാണ്, പുനരുത്ഥാനമുണ്ടെന്ന് പഠിപ്പിക്കുന്ന ദൃഷ്ടാന്തമാണ്, അല്ലാഹു അജയ്യനാണെന്ന് പഠിപ്പിക്കുന്ന ദൃഷ്ടാന്തമാണ്. ഈ പറയുന്ന ദൃഷ്ടാന്തങ്ങളുടെയൊക്കെ പിന്നിൽ ഏതോ ഒരു മഹാശക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നും അത് അല്ലാഹു ആണെന്നും നിങ്ങൾക്ക് തെളിയിച്ചു തരുന്ന ഘടകങ്ങളാണ് ഈ പറയുന്ന ദൃഷ്ടാന്തങ്ങൾ. അതിൽപ്പെട്ടതാണ് വആയത്തുൽ ലഹുമുൽ ലൈൽ, രാത്രി അവർക്ക് ദൃഷ്ടാന്തമാണ്. നസ്ലഖു മിൻഹുൻ നഹാർ, ആ രാത്രിയിൽ നിന്ന് പകൽ വെളിച്ചത്തെ നാം ഊരിക്കളയുന്നു. നസ്ലഖു മിൻഹുൻ നഹാർ, രാത്രിയാണിപ്പോൾ. പകൽ സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ രാത്രി വരുന്നതിനെ കുറിച്ച് നമ്മളോട് പറയുകയാണ്. നസ്ലഖു മിൻഹുൻ നഹാർ, പകൽ വെളിച്ചത്തെ ഞാൻ ഊരിയെടുക്കുമ്പോ ഫഇദാ ഹും മുദ്രിമൂൻ, അതോടുകൂടെ അവരെല്ലാം കൂരിരുട്ടിലായി. ഫഇദാ ഹും മുദ്രിമൂൻ, അതോടുകൂടെ ജനങ്ങളെല്ലാം കൂരിരുട്ടിലായി. ആ ഇരുട്ടിലാണ് നമ്മളുള്ളത്. പിന്നെ വെളിച്ചം വേണോ? കൃത്രിമ ലൈറ്റുകൾ നമ്മൾ സ്ഥാപിച്ചോളണം. കരണ്ടും വിളക്കും മറ്റു മാർഗങ്ങളുമായി കൃത്രിമ ലൈറ്റുകൾ സ്ഥാപിച്ചെങ്കിലേ ലൈറ്റുള്ളൂ. ആ വെളിച്ചത്തിന് പരിധികളുണ്ട്. ആ വെളിച്ചം അല്ലാഹുവിൻ്റെ വെളിച്ചം പോലെയല്ല. എന്നാൽ തൊട്ടുപിറ്റേന്ന് ആ ഇരുട്ടിവിടെ പരന്നു കിടക്കുകയല്ല. രാത്രിയാകുന്നത് അല്ലാഹ് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. ആ രാത്രി അങ്ങനെ പരന്നു നീണ്ടു കിടക്കുകയല്ല. നേരം വെളുക്കുമ്പോൾ അതാ വീണ്ടും സൂര്യൻ ഉദിക്കുന്നു. രാത്രിയാകുമ്പം തൽക്കാലം പകൽ വെളിച്ചത്തെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഊരിയെടുത്തതാണ്. അതിൻ്റെ അർത്ഥം സൂര്യൻ എവിടെയോ പോയി എന്നല്ല. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم. والشمس تجري, സൂര്യൻ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ, ആ സൂര്യൻ അടങ്ങുന്ന ഒരു സമയമുണ്ട്. നിശ്ചല സമയം വരുന്നുണ്ട് സൂര്യന്. ആ സമയം വരെ സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ, ലിമുസ്തഖറിൻ ലഹാ എന്നതിനൊക്കെ ധാരാളം അർത്ഥസാധ്യതകൾ പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട അർത്ഥങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആ സൂര്യനൊരു മുസ്തഖറുണ്ട്, അവസാനം സൂര്യൻ നിലക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം വരെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ذلك تقدير العزيز العليم, അജയ്യനും സർവജ്ഞനുമായ റബ്ബിന്റെ കൃത്യമായ കണിശമായ നിർണയമാണിത്. ذلك تقدير العزيز العليم, അവൻ കണക്കാക്കിയതിൽ നിന്നൊരിഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കാതെ കൃത്യമായി സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുമ്പോ നിങ്ങൾക്ക് രാവും പകലും മാറി മാറി വരുന്നത് വല്ലാത്തൊരു ദൃഷ്ടാന്തമാണ്. വൽ ഖമറ ഖദ്ദർനാഹു മനാസിൽ,
അതേ രൂപത്തിൽ തന്നെ രാത്രി സമയത്ത് അതാ ചന്ദ്രൻ വരുന്നു. ആ ചന്ദ്രന് ഖദ്ദർനാഹു മനാസിൽ, അതിന് വിവിധ ഘട്ടങ്ങൾ നാം നിർണയിച്ചിട്ടുണ്ട്. ചന്ദ്രന് വിവിധ ഘട്ടങ്ങൾ നാം നിർണയിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ രാവിൽ ഒരു നൂൽ പോലെ മാത്രമേ ഒന്നാം രാവുണ്ടാകൂ. അവിടെയാണ് മാസം കണ്ടോ കണ്ടില്ലേ എന്ന സംശയം വരുന്നത്. വളരെ ചെറിയ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. സൂക്ഷ്മമായി നോക്കിയെങ്കിൽ മാത്രമേ കാണാൻ കഴിയൂ. ഒരു ചെറിയ നൂലടയാളം പോലെയാണ് അന്ന് നിൽക്കുന്നതെങ്കിൽ അതാ അതിന് വിവിധ ഘട്ടങ്ങൾ നൽകി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ രാവിൽ ഒരൽപ്പം അത് കൂടി, മൂന്നാമത്തെ രാവിൽ ഒരൽപ്പവും കൂടെ കൂടി, ഒരു തേങ്ങാപ്പൂളിന്റെ അവസ്ഥയിൽ. പിന്നെ അതങ്ങനെ കൂടി 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 അവസാനം അത് മുഴുവനായി പൂർണ്ണചന്ദ്രനായി ബദറായി മാറുകയാണ്. ഖമർ പൂർണ്ണചന്ദ്രനായി ബദറായി മാറുന്നു 14-ാം രാവിൽ. 15ഓടുകൂടെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് അതിനു മങ്ങലേറ്റു. 16-ാം രാവിലേക്ക് കടക്കുന്നതോടുകൂടെ ഒരു പൊട്ട് വീണു. 17ലേക്ക് കടക്കുമ്പോഴേക്ക് അടുത്ത പൊട്ടും കൊടിഞ്ഞു. അങ്ങനെ ചുരുങ്ങി 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 വളരെ ചെറിയ ഒരു ഭാഗം വലുതായി 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 14 അട്ടമൊത്തു നിന്നത് 14 തൊട്ട് അവസാനിക്കുമ്പോഴേക്ക് ചുരുങ്ങി 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 ആദ്യമുള്ള അവസ്ഥയിലേക്ക് തിരിച്ചങ്ങു ചെല്ലുകയാണ്. ഉണങ്ങിച്ചുങ്ങിയ ഈ തപ്പനത്തണ്ടിന്റെ ചില്ല പോലെ അതതാ ചുങ്ങി ചുങ്ങി ചുങ്ങിപ്പോവുകയാണ്. അത് മടങ്ങുന്നത് വരെ എന്ന് പറഞ്ഞാൽ ആദ്യം അതത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമുള്ള അവസ്ഥയിലേക്ക് അത് തിരിച്ചു പോകുന്നു. സൂര്യന് യോജിച്ചതല്ല അന്തുതിരിക്കൽ ഖമറ, ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ സൂര്യന് കഴിയില്ല. ചന്ദ്രനെ പ്രാപിക്കാൻ സൂര്യന് സാധിക്കില്ല. വലല്ലൈലു സാബിഖുന്നഹാർ എന്ന് പറഞ്ഞാൽ രാത്രി സമയത്ത് പെട്ടെന്നൊരിക്കൽ സൂര്യൻ വന്ന് ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെടുകയോ ഇല്ല. വലല്ലൈലു സാബിഖുന്നഹാർ, രാത്രി പകലിനെയും മുങ്കടക്കില്ല. സൂര്യൻ ഉദിച്ചിരിക്കേണ്ട സമയത്ത് പെട്ടെന്നൊരവസരത്തില് ചന്ദ്രൻ കയറി വരിക എന്ന് പറഞ്ഞാൽ രാത്രിയാവുക ഇതുമില്ല. രാത്രിയുടെ സമയത്തു രാത്രി തന്നെ, പകലിന്റെ സമയത്ത് പകല് തന്നെ. ഒന്നൊന്നിനെ കടന്നാക്രമിക്കുകയോ ഒന്നൊന്നിന്റെ സമയങ്ങളെ അതിക്രമിച്ചെടുക്കുകയോ ഇല്ല. വലല്ലൈലു സാബിഖുന്നഹാർ. അങ്ങനെ സൂര്യനും ചന്ദ്രനും ഇവയെല്ലാം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതാ വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ. സൂര്യനും ചന്ദ്രനും മാത്രമല്ല, ഭൂമി മാത്രമല്ല, വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ. ഏതെല്ലാം ഗോളങ്ങളുണ്ടോ അതൊക്കെ അതിൻ്റെ ഭ്രമണപഥങ്ങളിൽ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒഴുക്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒഴുക്കിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഇനി വാഹന സൗകര്യം മറ്റൊരു ദൃഷ്ടാന്തമാണെന്ന് പറയാൻ പോവുകയാണ്. അതിൻ്റെ മുമ്പ് ഈ പറഞ്ഞത് ആദ്യം അതൊന്ന് കേൾപ്പിച്ചതാണ്. പറഞ്ഞതിൻ്റെ ആകത്തുക രാവും പകലും സൂര്യനും ചന്ദ്രനുമൊക്കെ മനുഷ്യന് വലിയ ദൃഷ്ടാന്തങ്ങളാണ്. രാവും പകലും മാറി മാറി വരുന്നത് മനുഷ്യരെ എന്ന് പറഞ്ഞതിന് ദൃഷ്ടാന്തമാണ്. അവിടെ നിന്നാണല്ലോ നമ്മൾ പോകുന്നത്. ഇവിടെ താൽക്കാലികമായി അള്ളാഹു നശിപ്പിച്ചു കളയുന്നു എന്ന് മാത്രമല്ല, നാളെ പരലോകത്ത് ശിക്ഷാരക്ഷകൾ നൽകാൻ വേണ്ടി എല്ലാവരെയും അള്ളാഹു ഹാജരാക്കപ്പെടുന്നു എന്ന് ശക്തമായി പ്രഖ്യാപിച്ചിട്ട് അതിൽ സംശയം തോന്നുന്ന ധാരാളം നിരീശ്വരവാദികളും യുക്തിവാദികളും ഉണ്ടാകും. അവരോട് പറഞ്ഞു, വആയത്തുൽ ലഹുമുൽ അർദുൽ മൈതതു വഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅ്കുലൂൻ. നിർജീവമായ ഭൂമി അവർക്ക് ദൃഷ്ടാന്തമാണ്.
ആ ഭൂമിയെ നാം സജീവമാക്കി കാണിച്ചു കൊടുക്കുന്നു. നിർജീവമായ ഭൂമി സജീവമാകുന്നു, വീണ്ടും അത് നിർജീവമാകുന്നു, വീണ്ടും അത് സജീവമാകുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, അത് മനുഷ്യർക്ക് ദൃഷ്ടാന്തമാണ്. എന്താണ് ഈ ദൃഷ്ടാന്തം? നാളെ നിങ്ങൾ ഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നവർ ഇനിയൊരിക്കൽ ഈ ഭൂമിയിലേക്ക് തന്നെ മടങ്ങും. വീണ്ടും ആ ഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു. ഇന്ന് പാടത്തു നെല്ല് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നേരത്തെ ഇതില്ലായിരുന്നു. ആ നെല്ല് വന്നു, വീണ്ടും അത് നശിച്ചു, വീണ്ടും ആ നെല്ല് അവിടെ നിന്ന് തന്നെ ഉയർത്തെഴുന്നേൽക്കുന്നത് കണ്ടില്ലേ? ഇതേ രൂപത്തിൽ ഇന്നലെ ഞാൻ ഓതി സൂറത്തു റൂമിലെ ആയത്ത്, വകദാലിക തുഖ്റജൂൻ വയുഹ്യിൽ അർള ബഅദ മൗതിഹാ വകദാലിക തുഖ്റജൂൻ. അതേ രൂപത്തിൽ നിങ്ങളെ ഭൂമിയിൽ നിന്ന് പുറത്തെടുക്കുമെന്ന് പറഞ്ഞ ആയത്ത് ഇന്നലെ നമ്മൾ ഓതിക്കഴിഞ്ഞതാണ്. ഇന്നതിലേക്ക് കടന്നു വരുന്നില്ല. ഇന്ന് പറയുന്നത് രാവും പകലും ഒരു ദൃഷ്ടാന്തമാണ്. മാറി മാറി വരുന്ന രാവും പകലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. വായത്തുല്ലഹുമുൽ ലൈലു നസ്ലഹു മിൻഹു നഹാറ ഫഇദാ ഹും മുദ്രിമൂൻ. നസ്ലഹു മിൻഹു നഹാർ, പകലിനെ നമ്മൾ ഇങ്ങ് ഊരിയെടുക്കുമ്പം എല്ലാവരും ഇരുട്ടിലാകുന്നു. സൂര്യൻ ഉദിക്കുമ്പം വെളിച്ചം പരക്കുകയും ചെയ്യുന്നു. ഈ ഇരുട്ടും വെളിച്ചവും നിങ്ങൾക്ക് വല്ലാത്ത ഒരനുഗ്രഹമാണ്. അതോടൊപ്പം പാഠവുമാണ്. വെളുത്തു നിന്നാൽ എന്നും വെളുപ്പല്ല, വെളുത്താൽ എപ്പോഴും വെളുപ്പല്ല. കുറച്ചു കഴിഞ്ഞാൽ ഇരുട്ട് വരുന്നു. ഇരുട്ടിയാൽ എന്നും ഇരുട്ടല്ല, കുറച്ചു കഴിഞ്ഞാൽ വെളുക്കുന്നു. നേരം പുലരുന്നത് പോലെ ഇരുട്ടായി വീണ്ടും നേരം പുലരുന്നത് പോലെ മരിച്ച നിങ്ങൾ രണ്ടാമത് പുനരുത്ഥാനം നൽകപ്പെടും. വലിയ ഒരു ദൃഷ്ടാന്തമാണ്. മാറി മാറി വരുന്ന ഈ രാപ്പകലുകൾ നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. മാത്രമല്ല, രാവും പകലും മാത്രമല്ല അവിടെ ദൃഷ്ടാന്തമാകുന്നത്. ആ രാവിലും പകലിലും പുനരുത്ഥാനമുണ്ടെന്നതിന് നിങ്ങളുടെ സ്വഭാവങ്ങൾ തന്നെ ദൃഷ്ടാന്തമാണ്. നിങ്ങളുടെ സ്വഭാവങ്ങൾ തന്നെ ദൃഷ്ടാന്തമാണ്, സംശയിക്കാനൊന്നുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, നിങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ രാത്രിയായാൽ ഉറങ്ങുന്നു, രാത്രിയായാൽ ഉറങ്ങുന്നു. ആ ഉറക്കം യഥാർത്ഥത്തിൽ ഒരു മിനി മരണമാണ്. എന്നും ഉറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു. മിനി മരണത്തിൽ നിന്ന് വീണ്ടും ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരികയല്ലേ ചെയ്യുന്നത്. ഇപ്പോഴും എന്താണ് ഉറക്ക് എന്ന് ശാസ്ത്രലോകത്തിന് ഇപ്പോഴും എന്താണ് ഉറങ്ങുമ്പം സംഭവിക്കുന്നത് എന്ന് പൂർണ്ണമായി പറയാൻ കഴിഞ്ഞിട്ടില്ല. കൽബിനെ കുറിച്ച്, ഹൃദയത്തെക്കുറിച്ച് പറയാൻ കഴിയാത്തതുപോലെ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറഞ്ഞതാണോ? അന്നൗമു അഖുൽ മൗത്ത്, മരണം, ഉറക്കം മരണത്തിന്റെ അനുജനാണ്. അന്നൗമു അഖുൽ മൗത്ത്, ഏകദേശം മരണത്തോട് അടുത്തു നിൽക്കുന്നു ഉറക്കം. ഉറക്കത്തില് മരിച്ചാൽ പിന്നെ നമ്മുടെ ആത്മാക്കൾക്ക് വിവരവും അതുപോലെ തന്നെ ആ ആത്മാക്കളുടെ സഞ്ചാര സ്വാധീനമൊക്കെ വർദ്ധിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണാത്തതില്ല. ഇന്നൊക്കെ നമ്മുടെ കണ്ണുകൾക്ക് പരിമിതിയുണ്ട്. ഇന്ന് നമുക്ക് ഓരോ വിഷയങ്ങൾ മനസ്സിലാക്കാനും അറിയാനൊക്കെ പരിമിതിയുണ്ട്. റൂഹ് ശരീരത്തിൽ നിന്നങ്ങ് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആത്മാക്കൾക്ക് പരിമിതിയില്ലാതെ ആ ആത്മാക്കൾ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നു, കേൾക്കുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതേ രൂപത്തിൽ തന്നെയാണ് ഉറങ്ങുന്നതോടുകൂടെ ആത്മാവ് പിരിയുന്നില്ലെങ്കിലും ഉണർന്നിരിക്കുന്നവനോടൊപ്പമുള്ള ബോധം, ആ സ്വബോധം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോഴേക്ക് കണ്ടോ നിങ്ങൾ ആത്മാവ് വലിയ വലിയ സംഭവങ്ങൾ ചെയ്യുന്നു. ആഖിറത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരൊറ്റ സെക്കൻഡിൽ ധാരാളം സംഗതികൾ നടക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഉറങ്ങുന്ന മനുഷ്യന് തന്നെ ഉൾക്കൊണ്ടുകൂടെ? ഒരു മനുഷ്യൻ സ്വപ്നം കാണുന്നു. എന്താ മനുഷ്യൻ ഉറങ്ങുന്നതോടുകൂടെ കാണുന്ന സ്വപ്നം? ഏതെല്ലാം ലോകത്തവനെത്തുന്നു, എന്തെല്ലാം സംഗതികൾ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ പരമാവധി സ്വപ്നം കണ്ടാൽ സെക്കൻഡുകൾ മാത്രം, 10-17 സെക്കൻഡ് മാത്രമേ ഒരാളുടെ സ്വപ്നം ദീർഘിച്ചു നിൽക്കൂ എന്നാ ശാസ്ത്രം പറയുന്നത്. 17 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞാൽ കണക്ക് കൂട്ടണം.
17 വരെ എണ്ണുന്നതിൻ്റെ അപ്പുറം ഒരൊറ്റ കുട്ടിയും സ്വപ്നം കാണൂല എന്നൊക്കെ പറഞ്ഞാൽ ആ സ്വപ്നത്തിൽ അവൻ കണ്ട വിഷയങ്ങൾ ഒരു പക്ഷേ 17 കൊല്ലം പറഞ്ഞാൽ തീരൂല. അവിടെയാണ് അതിൻ്റെ ഗൗരവം. സെക്കൻഡുകളെ കൊണ്ട് കാണുന്ന ദീർഘമായ സ്വപ്നത്തിൻ്റെ പരിധി ഏതാണെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു അതിൽ 17 കൊല്ലം പറഞ്ഞാൽ തീരാത്ത ഒരു നീണ്ട കഥ അവനൊരു പക്ഷേ സ്വപ്നം കണ്ടിട്ടുണ്ടാകും. ജീവിച്ചൊരു 10-60 വയസ്സുവരെ മരിക്കുന്നതുവരെയുള്ള കാര്യങ്ങളെല്ലാം അവൻ കണ്ടിട്ടുണ്ടാവും. ഉറക്കത്തോടുകൂടെ തന്നെ ആത്മാവ് അനന്തമായ ലോകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. അന്നൗമു വഹുൽ മൗത്ത്. പിറ്റേന്ന് നിങ്ങൾക്ക് ഹയാത്ത് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുനരുത്ഥാനത്തിന് തെളിവാണ്. വആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഹു മിൻഹുൻ നഹാറ ഫൈദാഹും മുദ്രിമൂൻ വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. രാവും പകലും, തീർച്ചയായും രാവും പകലും ദൃഷ്ടാന്തം തന്നെയാണ്, പുനരുത്ഥാനത്തിന് തെളിവ് തന്നെയാണ്. രാവും പകലും വലിയ ഒരു ദൃഷ്ടാന്തമാണ്. എന്തിനാണിങ്ങനെ രണ്ടെണ്ണം അല്ലാഹു സംവിധാനിച്ചത്? രാവും പകലും എന്തിനല്ലാഹു ഇങ്ങനെ സംവിധാനിച്ചു? തെളിവും ദൃഷ്ടാന്തവുമാണെന്നത് ശരി. എന്താണ് ഇതിന്റെ പിന്നിലുള്ള യുക്തി? അല്ലാഹു പറയുന്നു സൂറത്തു നബയിൽ ധാരാളം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആയത്തുകൾ പരമാവധി കുറച്ചാ പറയുന്നത്. വജഅൽനൽ ലൈല ലിബാസാ വജഅൽനൻ നഹാറ മഅശാ. വജഅൽനൽ ലൈല ലിബാസാ, രാത്രിയെ പുതച്ചു മൂടി കിടക്കാൻ പറ്റുന്ന സമയമാക്കി തന്നു. വജഅൽനൽ ലൈല ലിബാസാ വജഅൽനൻ നഹാറ മഅശാ. അതിലൊക്കെ വേറെയും കുറെ അർത്ഥതലങ്ങളുണ്ട് കേട്ടോ. അതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാനായി പറയുന്നത്. പുതച്ചുറങ്ങാൻ പറ്റിയ ശാന്തമായ അന്തരീക്ഷമാക്കി തന്നു രാത്രിയെ. ഉറങ്ങാനുള്ള സമയം നിങ്ങൾക്ക് തന്നത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ദൃഷ്ടാന്തത്തിനപ്പുറത്ത്, പുനരുത്ഥാനത്തിന് ദൃഷ്ടാന്തമാണെന്നതിനപ്പുറത്ത് അള്ളാഹുവിന്റെ കഴിവും അജയ്യതയും മനസ്സിലാക്കാൻ ഇത് വലിയ ഒരു ദൃഷ്ടാന്തമാണ്. അതോടൊപ്പം തന്നെ ആ കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് പകലിനെ നാം ഉപജീവന മാർഗമാക്കി തന്നു. ഉപജീവന മാർഗം കണ്ടെത്താനുള്ള സമയമാക്കി തന്നു അള്ളാഹു പകലിനെ. പകൽ എന്ന ഒരു മഹാനുഗ്രഹം അള്ളാഹു നൽകിയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ജോലിക്ക് പോകുക? അള്ളാഹു ചോദിക്കുക, വെളിച്ചം നൽകിയത് കൊണ്ടാണ് ജോലിക്ക് പോകാൻ പറ്റിയത്, ഇരുട്ട് നൽകിയത് കൊണ്ടാണ് ഉറങ്ങാൻ പറ്റിയത്. അത് രണ്ടും വേണോ? ഉറങ്ങാൻ ഇരുട്ടും ഉപജീവന മാർഗം തേടാൻ പകലും, ഇത് രണ്ടും വേണ്ടതുണ്ടോ? തീർച്ചയായും. ഇതൊക്കെ ഓരോരുത്തരുടെയും സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു നോക്കിയാൽ, നമ്മളിങ്ങനെ സ്വന്തം നഫ്സിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു നോക്കിയാൽ ഇതൊക്കെ ബോധ്യപ്പെടും. ഉറങ്ങാൻ ഇരുട്ടില്ലെങ്കിൽ സുഖം കുറവാണ്. ഇരുട്ടുള്ള അന്തരീക്ഷത്തിൽ ഉറങ്ങുമ്പോഴാണ് ഉറക്കിന്റെ പൂർണ്ണമായ സുഖം മനുഷ്യന് ലഭിക്കുന്നത്. എന്നാലും പകലുറങ്ങാത്ത, രാത്രി ഉറങ്ങാത്ത ഒരാൾക്ക് പകൽ ഉറങ്ങിക്കൂടെ? അത് പിന്നീട് പറയാം. ശരിക്കും അല്ലാഹു നൽകിയത് രാത്രി ഉറങ്ങാനും പകല് പണിയെടുക്കാനും. ഇങ്ങനെയാണ് അല്ലാഹു. രാത്രി വിശ്രമത്തിന് വേണ്ടിയാണ്, പകല് കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടിയുമാണ് അല്ലാഹു നൽകിയിരിക്കുന്നത്. ഇങ്ങനെ അല്ലാതെ നടക്കേണ്ടേ? ചിലപ്പോഴൊക്കെ നടക്കേണ്ടി വരുമല്ലോ. ഒരു ന്യൂനപക്ഷമെങ്കിലും അങ്ങനെ വേണ്ടി വരും. അതുകൊണ്ട് ഖുർആനിൽ അങ്ങനെ ആയത്തും വേണ്ടി വരും. ഏത്? പകലും ഉറങ്ങാം, പകൽ രാത്രിയും പണിയെടുക്കാം. അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്കാരെന്ത് ചെയ്യും? ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം, വിഷയത്തിലേക്ക് വരുന്നുണ്ട്. ആദ്യമായി ഭൂരിപക്ഷത്തിന്റെ കഥയാ പറയുന്നത്. ആരോഗ്യകരമായ രൂപം. രാത്രി ഉറങ്ങുക, പകല് നന്നായി അധ്വാനിക്കുക. രാത്രി തന്നെ ആവണം എന്നതിന്റെ തെളിവാണ്, രാത്രി ഒരു 4-5 മണിക്കൂർ ഉറങ്ങിയാൽ, ഒരു 6 മണിക്കൂർ സമയം രാത്രി ഉറങ്ങിയാൽ അവന് എല്ലാ നിലക്കും തലേന്ന് പകല് അവൻ അധ്വാനിച്ച ക്ഷീണഭാരങ്ങളെല്ലാം അസ്തമിക്കും. അതൊരു 2-3 മണിക്കൂർ രാത്രിയിൽ കിട്ടിയെന്ന് വെക്കുക. അതിന് പകരം രാത്രിയിൽ പകൽ സമയത്ത് ഒരു 6 മണിക്കൂർ ഉറങ്ങിയിട്ട് കാര്യമല്ല. പകല് രാത്രി സമയത്ത് 2 മണിക്കൂർ ഉറങ്ങുന്നതിന്
പകൽ സമയത്ത് 6 മണിക്കൂർ ഉറങ്ങിയാലും ആ ഒരു മന്ദപ്പ് നമ്മെ വിട്ടുമാറുകയില്ല. എന്താ കാരണം? അള്ളാഹു നിയമിച്ചത് അങ്ങനെയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചത് അങ്ങനെയാണ്. വെളിച്ചമുണ്ടായാൽ ഉറങ്ങുന്നവർക്ക് അതൊരു വലിയ ശല്യമാണ്. ഇരുട്ടോ നല്ല സന്തോഷമാണ്. ഇത് കൂട്ടായി കിടക്കുന്ന റൂമുകളിലൊക്കെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. ഏത് ഈ പറഞ്ഞ ആശയം നമുക്ക് വേഗം ബോധ്യപ്പെടും. ഞാൻ വിദേശത്ത് പോയ സമയത്ത് ഫസ്റ്റ് ഘട്ടത്തിൽ പോവുക, അങ്ങനെ ഒരു അന്തരീക്ഷം അന്ന് കാണുക. ഒരു റൂമിൽ തന്നെ ഒരു ബെഡിന് മുകളിൽ മറ്റൊരു ബെഡ്, അതിന് മുകളിൽ മറ്റൊരു ബെഡ്, ഇങ്ങനെ അട്ടിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. കാരണം അത്രയും വലിയ വാടകയായതുകൊണ്ട് അങ്ങനെ കഴിയൂ. അപ്പൊ ഈ ഒരു അന്തരീക്ഷത്തിൽ കിടന്നുറങ്ങുന്ന ആളുകൾ ഓരോരുത്തരും അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞെത്തുക പല സമയങ്ങളിലായിരിക്കും. 12 മണിക്ക് കയറി വരുന്നവരുണ്ടാവും, 1 മണിക്ക് കയറി വരുന്നവരുണ്ടാവും, 2 മണിക്ക് കയറി വരുന്നവരുണ്ടാവും, നേരത്തെ വന്ന് ഉറങ്ങിയവരുണ്ടാവും, അവർക്ക് 12 മണിക്ക് എഴുന്നേറ്റ് പോകേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അന്ന് അവരോടൊപ്പം ഉറങ്ങുന്ന സമയത്ത് ഓരോരുത്തരിങ്ങനെ വരുന്നുണ്ട്. വളരെ പതുക്കെ ഒരാൾ റൂമിൽ കയറി, അയാൾ പതുക്കെ പോയിട്ടൊരു ഭാഗത്ത് പോയി എന്തൊക്കെയോ തപ്പിപ്പിടിക്കുന്നുണ്ട്, എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു നമ്മളവിടെ ഇപ്പം ഇങ്ങനെ ഒരു അനുഭവം കണ്ടാൽ കള്ളം കയറിയതാണെന്നാ തോന്നുക. സ്വാഭാവികമാണ്. വളരെ അടക്കത്തോടുകൂടെ ഒരു ശബ്ദം ഉണ്ടാക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പതുക്കെ അദ്ദേഹത്തിൻ്റെ ബെഡിൽ കയറി കിടന്നു. ലൈറ്റ് ഇട്ടില്ല. പിന്നെ അങ്ങനെ നിരന്തരം ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് വിട്ട സങ്കടത്തിലായിരിക്കാം ഉറക്കം വന്നിട്ടില്ല. അപ്പൊ ഈ രംഗങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എന്തായി നടക്കുന്നത്? പിറ്റേന്ന് രാവിലെ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത്, ലൈറ്റ് എങ്ങാനും ഒരാൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ അന്ന് തികഞ്ഞു തന്നെയാണ്. കാരണം ഈ ഉറങ്ങുന്നവർക്ക് മുഴുവനും ശല്യമാണ് ലൈറ്റ് ഇട്ടാൽ. അപ്പൊ ആരെയും ശല്യപ്പെടുത്താനാവില്ല എന്ന് കരുതി ഓരോരുത്തരും അവനവന്റെ ഊഴത്തിൽ പതുക്കെ വന്ന് തപ്പിപ്പിടിച്ച് കയറുകയാണ്. ഉറങ്ങുന്നവന് ഇരുട്ട് വേണം. ഇരുട്ടാണ് ഉറങ്ങാൻ അനുയോജ്യമായ അന്തരീക്ഷം. വജഅൽനൽ ലൈല ലിബാസാ വജഅൽനൻ നഹാറ മആശാ. എന്നാൽ ഇങ്ങനെ രണ്ടെണ്ണം അല്ല തന്നില്ലെങ്കിൽ നമുക്കിവിടെ ഉണ്ടാക്കാൻ കഴിയോ? പ്രകൃതിയിൽ അല്ലാഹു ഇത് സമ്മാനിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം കഷ്ടപ്പെടുമായിരുന്നു. പകലന്തിയോളം പണിയെടുത്ത് ക്ഷീണിച്ചവശനായവൻ അവന് പുരയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അങ്ങേയറ്റത്തെ ക്ഷീണവും വിഷമവും കൊണ്ട് അവൻ തീരുമാനിക്കാൻ ആവൂല ഇനി പണിക്ക്, കഴിയൂല ഇനി ഏർപ്പാടിനു, മതി, ഇത്രയൊക്കെ മതി, ഈ ദുനിയാവിൻ്റെ കൂടെ കൂടുതൽ മല്ലിടാൻ കഴിയില്ല, ഞാൻ തളർന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാവുന്നത്. പക്ഷേ രാത്രി വന്ന് കിടന്നു, സുഖമായി ഒരു സുഖനിദ്രയെന്ന് കിട്ടിയപ്പം നേരം വെളുത്തെഴുന്നേറ്റപ്പോൾ അവൻ്റെ ക്ഷീണമെല്ലാം പമ്പ കടന്നിരിക്കുന്നു. ഇന്നലത്തെ പോലെ കല്ലിലധ്വാനിക്കാൻ, ഇന്നലത്തെ പോലെ പാറയോട് മല്ലിടാൻ, അതാ പലതരത്തിലുള്ള പണിക്കാർ അവരവരുടെ ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ്. അവർക്ക് ക്ഷീണമില്ല. ആരേ അവരുടെ ക്ഷീണം പമ്പ കടത്തിയത് ഉറക്കാണ്. വജഅൽനാ നൗമകും സുബാതാ. അല്ല പറഞ്ഞു, നിങ്ങളുടെ ഉറക്കം നിങ്ങൾക്ക് ഞാനൊരു വിശ്രമമാക്കി തന്നിരിക്കുന്നു. വജഅൽനാ നൗമകും സുബാതാ. ഏതു ക്ഷീണമുണ്ടെങ്കിലും ഒന്നങ്ങ് ഉറങ്ങി എഴുന്നേറ്റാൽ എല്ലാം കഴിഞ്ഞു കേട്ടോ. വിശ്രമമാണിത്, പൂർണ്ണമായ റെസ്റ്റാണ് ഉറക്ക്. ആ ഉറക്ക് കിട്ടിയില്ലെങ്കിൽ പിറ്റേന്ന് ജോലിക്ക് പോകാൻ കഴിയില്ല. അപ്പൊ അല്ലാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ടത്, ഇത് അല്ല തന്നില്ലെങ്കിൽ ലോകത്താർക്കെങ്കിലും തരാൻ കഴിയോ? അല്ല ഖുർആനിൽ ഒരു വലിയ വെല്ലുവിളി നടത്തുന്നുണ്ട്. നിങ്ങളത് വെല്ലുവിളി സ്വരത്തിൽ തന്നെ കേൾക്കണം. ഓതുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അല്ലാഹു ഈ പറഞ്ഞത് എത്ര ശരിയാണ്. എന്നിട്ട് ഇത് കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നത് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. അല്ല പറയുന്നു സൂറത്തുൽ ഖസസിന്റെ 71-ാം വചനം, 72-ാം വചനം, അതുപോലെ തന്നെ 73, 71 മുതൽ 73 വരെയുള്ള ആയത്തുകളിൽ അല്ല പറയുന്നു, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിളിയാ അഫലാ തസ്മഊൻ. ഖുൽ, നബിയേ തങ്ങൾ ചോദിക്കണം ഈ സമൂഹത്തോട്, അറഅയ്തും, അറിയുമെങ്കിൽ പറയടോ. ജനങ്ങളോട് നിങ്ങൾ വിളിച്ചു പറയണം, നിഷേധികളോട് നിങ്ങൾ ചോദിക്കണം.
കഴിയുമെങ്കിൽ നിങ്ങൾ പറയണം, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല, അല്ലാഹു നിങ്ങൾക്ക് രാവ് മാത്രമാണ് തന്നതെങ്കിൽ, സർമദ, കാലാകാലം, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് അല്ലാഹു രാത്രിയാണ് സംവിധാനിച്ചിരുന്നതെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ഏതൊരു ഇലാഹാണോ നിങ്ങൾക്കുള്ളത്? യഅ്തീകും ബിദിയാ, നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവന്ന് തരാൻ ഏതൊരു ഇലാഹാ ഉള്ളത്? മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅ്തീകും ബിദിയാ അഫലാ തസ്മഊൻ. നിങ്ങൾ കേൾക്കുന്നില്ലേ കൂട്ടുകാരെ? അല്ലാഹു ചോദിക്കാം, നിങ്ങൾ കേൾക്കുന്നില്ലയോ? 71-ാമത്തെ ആയത്ത്. ഇനി 72 നോക്കിക്കോ. ഇനി ഇതിനൊരു മറുപുറമുണ്ട്, പകല് മാത്രമായിരുന്നെങ്കിലോ? ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹ് യഅ്തീകും ബിലൈൽ. കാലാകാലം അല്ലാഹു പകലാണ് നിങ്ങൾക്ക് നൽകിയിരുന്നെങ്കിൽ, ഏതിലാഹാണ് അല്ലാഹുവല്ലാതെ നിങ്ങൾക്ക് രാത്രിയെ കൊണ്ടുവന്ന് തരിക? ഇരുട്ടാരാ കൊണ്ടുവന്ന് തരിക? എന്തിനാ? രാത്രി പകല് തന്നെ പോരെ? തസ്കുനൂന ഫിഹി, നിങ്ങൾക്ക് തസ്കുനൂന ഫിഹി, നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ, നിങ്ങൾക്ക് വിശ്രമിക്കാൻ, ഒന്നടങ്ങണ്ടേ, ഒന്ന് റെസ്റ്റ് കിട്ടണ്ടേ, നിങ്ങൾക്ക് ഭാര്യമാരിലേക്ക് ശാന്തി തേടി ചെല്ലണ്ടേ? ഇതിനൊക്കെ രാത്രി വേണ്ടേ? തസ്കുനൂന ഫിഹി, നിങ്ങൾക്ക് ശാന്തി തേടി ചെല്ലാൻ, നിങ്ങൾക്ക് വിശ്രമിക്കാൻ ആരാണോ നിങ്ങൾക്ക് രാത്രി കൊണ്ടുവന്നു തരാ? പറയാൻ കഴിയോ? ഇതിനൊരു വെല്ലുവിളിയുടെ സ്വരമില്ലേ? ശക്തമായ സ്വരമല്ലേ? എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലയോ? ഇവിടെ കണ്ട നിങ്ങൾ ഖുർആനിന്റെ ഒരു ഇഴ്ജാസ്, ഖുർആനിന്റെ ഇഴ്ജാസ്, അമാനുഷികത, അതും കൂടെ അവിടെ ഉൾക്കൊള്ളാൻ കഴിയും നമുക്ക്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഫമിൻഹു യഅ്കുലൂൻ ലിയഅ്കുലൂ മിൻ സമരിഹി എന്ന് പറഞ്ഞത് തമ്മിലുള്ള അന്തരം പറഞ്ഞു. ഒന്ന് ധാന്യങ്ങൾ മുഖ്യാഹാരമാണെന്ന് പഠിപ്പിക്കാൻ ഫമിൻഹു യഅ്കുലൂൻ, അതിൽ നിന്നു തന്നെയാണ് നിങ്ങൾ കഴിക്കുന്നതെന്ന് പറഞ്ഞ് മിൻഹു എന്നതിന് ആദ്യമാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു അതിന്റെ മുഴുവൻ ടേസ്റ്റും ഉൾക്കൊള്ളാൻ പണ്ഡിതന്മാർക്കേ സാധിക്കൂ എന്ന്. അതേസമയം ഭക്ഷണങ്ങൾ, പഴവർഗ്ഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ, ഫ്രൂട്ട്സ് ഇനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞത് ലിയഅ്കുലൂ മിൻ സമരിഹി, അവർക്ക് വേണമെങ്കിൽ തിന്നോട്ടെ എന്ന ശൈലിയിലാണ്. അത് മുഖ്യാഹാരമല്ല, എന്നാ തിന്നണം. പക്ഷേ മറ്റേത് അങ്ങനെയല്ല, മുഖ്യാഹാരമാണെന്ന് തെളിയിക്കുന്നു. അതേ രൂപത്തിലാണ് കണ്ടോ നിങ്ങളിവിടെ. എപ്പോഴും നിങ്ങൾക്ക് അല്ലാഹു രാത്രിയാക്കിയിരുന്നെങ്കിൽ ആരാ വെളിച്ചം കൊണ്ടുവരിക എന്ന് ചോദിച്ചപ്പോ അല്ലാഹു ചോദിച്ചത് അഫലാ തുബ്സിറൂൻ എന്നല്ല. കാരണം രാത്രിയാണെങ്കിൽ കാണാൻ കഴിയൂല, രാത്രി കേൾക്കാനാ കഴിയ. അഫലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ? കണ്ടോ, കൃത്യമായ ഈ പദപ്രയോഗങ്ങളൊക്കെ തെളിയിക്കുന്നുണ്ട് ഇത് അജയ്യനായ റബ്ബിന്റെ വാക്യങ്ങളാണ്. അഫലാ തസ്മഊൻ, രാത്രിയിൽ കാണലോ കേൾക്കലോ കൂടുതൽ നടക്കുക. കേൾക്കല രാത്രി കൂടുതൽ ദൂരത്തേക്ക് കാണൂല. കൃത്രിമമായ ലൈറ്റുകൾ നമ്മൾ സ്ഥാപിച്ചാൽ തന്നെ നമ്മുടെ എട്ടാവട്ടത്തിലല്ലേ നമുക്ക് കാണൂ, അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കാണില്ല. എന്നാലോ കേൾവി രാത്രി കൂടുതലാണ്. പകൽ സമയത്ത് കേൾവി കുറച്ച് കുറയും. കാരണം വിവിധ തരത്തിലുള്ള ശബ്ദകോലാഹലങ്ങൾ, ആ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാകുമ്പോൾ കേൾവി കുറച്ച് കുറയും. പക്ഷേ കാഴ്ച വളരെ വിശാലമായി കാണും, അങ്ങകലേക്ക് കാണും. രാത്രിയിലോ അങ്ങകലെ നിന്നുള്ള ശബ്ദം പോലും കേൾക്കാൻ കഴിയും. പകൽ സമയത്ത് സ്വന്തം അയൽപക്കത്തെ വീട്ടിൽ നിന്ന് നിലവിളി പൊങ്ങിയാൽ പോലും കേൾക്കില്ല. നേരെ മറിച്ചോ നമ്മുടെ മഹലിന്റെ ഒരറ്റത്തു നിന്ന് ഇങ്ങേയറ്റത്ത് കഴിയുന്ന നമ്മള് അങ്ങേയറ്റത്തു നിന്ന് കൂരിരുട്ടില് അർദ്ധരാത്രിയില് ഒരു വീട്ടുകാർ നിലവിളിച്ചാൽ, എന്തോ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന സൂചന നൽകി നിലവിളിച്ചാൽ നമ്മളെല്ലാവരും ഓടിയെത്തുന്നു. കാരണം രാത്രി കേൾവി കൂടുതലാണ്, കാരണം ശാന്തമായ അന്തരീക്ഷമാണ്. അഫലാ തസ്മഊൻ, അഫലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ? പകൽ എന്ന സങ്കല്പത്തിൽ അല്ലാഹു സംസാരിക്കുമ്പം കാലാകാലം പകലാണെങ്കിൽ പിന്നെ കാണേ ഉള്ളൂ, കേൾവിക്ക് അത്ര പ്രാധാന്യമില്ല. അഫലാ തുബ്സിറൂൻ, എന്നിട്ട് അല്ലാഹു പറയുന്നു വമിൻ റഹ്മതിഹി, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ജഅല ലകുമുൽ ലൈല വന്നഹാർ,
രാത്രിയും പകലും നിങ്ങൾക്ക് മാറി മാറി വരുത്തുന്നത് അല്ല നൽകിയ വല്ലാത്തൊരു റഹ്മത്താണ് കേട്ടോ. എന്തിനു ലിതസ്കുനൂ ഫീഹി, ആദ്യം പറഞ്ഞത് രാത്രിയെ കുറിച്ചാ. അല്ലൈല വന്നഹാർ ലിതസ്കുനൂ ഫീഹി വലിതബ്തഗൂ മിൻ ഫളിഹി. ലൈല നൽകിയത് ലിതസ്കുനൂ ഫീഹി, നിങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി. വന്നഹാറ എന്ന് പറഞ്ഞെടുത്തക്ക രണ്ടാമത്തത് വലിതബ്തഗൂ മിൻ ഫളിഹി, അല്ലാഹുവിന്റെ ഔദാര്യം നിങ്ങൾ തേടിപ്പിടിക്കാൻ. ഭൂമിയിൽ പരന്നു കിടക്കുന്ന നിങ്ങളുടെ ഭക്ഷണങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിനുള്ള റിസ്ക് നിങ്ങൾ തേടിപ്പിടിക്കണം. അത് അള്ളയാ തരുന്നത്, അല്ലാഹുവിന്റെ ഔദാര്യമാണ്. പക്ഷേ നിങ്ങൾ തേടിപ്പിടിക്കുക തന്നെ വേണം. വലിതബ്തഗൂ മിൻ ഫളിഹി ലഅല്ലക്കും തഷ്കുറൂൻ. അപ്പൊ ഇതിനാണ് നിങ്ങൾക്ക് രാവും പകലും നൽകിയത്. കേവലം ഉറങ്ങാനും അതുപോലെ തന്നെ പണിക്ക് പോകാനുമാണോ പകലും രാവും? അല്ലട്ടോ. അല്ല പറയുന്നു വലഅല്ലക്കും തഷ്കുറൂൻ, രാത്രിയിലും പകലുമൊക്കെ നിങ്ങൾ അല്ലാഹുവിനോട് വല്ലാതെ ശുക്ർ പ്രകടിപ്പിക്കാനും കൂടെയാണ്. രാത്രിയായാൽ കിടന്നുറങ്ങാ, നേരം വെളുത്താ പണിക്ക് പോവുക. അതിപ്പോ എല്ലാവരും പോകുന്നില്ലേ? എല്ലാവരും പോകുന്നുണ്ട്, അതിലിപ്പോ ഒരു കുറവുമില്ല. അതൊക്കെ പ്രകൃതി നിയമം അനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാൻ. പക്ഷേ നിസ്കരിക്കുന്നവർ എത്ര പേരുണ്ട്? അള്ളാഹുവിനോട് ശുക്ർ പറയുന്നവർ എത്ര പേരുണ്ട്? ഈ രാത്രിയും പകലും തന്നതിന് ശുക്ർ പറയുന്നവർ എത്ര പേരുണ്ട്? ഉറങ്ങുമ്പോൾ ഉണരുമ്പോൾ അവിടെയൊക്കെ ശുക്ർ പറയുന്ന എത്ര പേരുണ്ട്? വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിനോട് ശുക്റുള്ളവരാവാൻ വേണ്ടിയും കൂടെയാണിത്. കണ്ടോ നിങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി പകലും രാത്രിയിലും ധാരാളം ഇബാദത്ത് ചെയ്തു. രാത്രിയിൽ പ്രത്യേകം ഹബീബ് ആരാധന വർദ്ധിപ്പിച്ചു. കാരണം രാത്രിയിലെ ആരാധനക്കും പ്രാർത്ഥനക്കുമൊക്കെ പ്രത്യേകം ഒരു സ്വാധീനം കൂടുതലുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ. ഇന്ന നാശിഅത്തൽ ലൈൽ, തീർച്ചയായിട്ടും രാത്രിയിൽ ഉത്ഭൂതമാകുന്ന ആരാധനയും പ്രാർത്ഥനയും നിസ്കാരവും. നാശിഅത്തുൽ ലൈൽ, രാത്രി ഉണ്ടാകുന്ന എന്ത് കാര്യങ്ങളും. ഇന്ന നാശിഅത്തൽ ലൈൽ, രാത്രിയിൽ ഉത്ഭൂതമാകുന്ന ആരാധനകളും നിസ്കാരങ്ങളും പ്രാർത്ഥനകളും ഏതും അതിന് സ്വാധീനം കൂടുതലാണ്. അതിന് സ്വാധീനം കൂടുതലാണ്. നാക്കിനെ നേരെ ചൊവ്വേ വീഴ്ത്തുന്നതാണത്. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിട്ട് സുബ്ഹാനല്ലാഹ് എന്നൊരൊറ്റ തവണ പറഞ്ഞാൽ, അല്ലാഹുമ്മ ഗുഫിർലി അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്നൊരൊറ്റ തവണ പറയുന്നതും, അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് ഒരു തവണ പറയുന്നതും, ദുഹർ നിസ്കരിച്ചിട്ട് നിങ്ങൾ 100 പ്രാവശ്യം പറയുന്നതും, അത് രണ്ടിലും നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കുക അർദ്ധരാത്രി എഴുന്നേറ്റ് ഒറ്റവട്ട അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് പറയുന്നതിനായിരിക്കും. കാരണം അതാണ് അതിന്റെ കാരണം. ഇന്ന നാശിയത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ. നല്ല മനസ്സാന്നിധ്യം, നല്ല ഇഖ്ലാസ് എല്ലാം കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ചു, ധാരാളം നിസ്കരിച്ചു. രാത്രിയിൽ അങ്ങനെ നിസ്കരിച്ചു. ഇമാം ബൂസീരിയെ പരാമർശിക്കാതെ പോകരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി പറഞ്ഞില്ലേ, ലംതു സുന്നതമൻ അഹിയല്ലലാമ ഇലാ അനിഷ്തകത് ഖദമാഹു ദുർറ മിൻ വറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. നോക്കണം നിങ്ങൾ, എന്തായി പറയുന്നത്? വലംതു, ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്ത് എഴുതുമ്പോൾ പറയാണ്, ഞാൻ ആക്രമിച്ചു പോയി. സുന്നതമൻ നഹിയല്ലലാം, ഇരുട്ടിനെ സജീവമാക്കിയ ഒരു മഹാന്റെ ചര്യയോട് ഞാൻ വലിയ അക്രമമാണ് കാണിച്ചത്. മുത്തുനബിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇരുട്ടിനെ സജീവമാക്കി മുത്തുനബി. മൻ അഹിയല്ലലാമ, ഏതുവരെ? ഇലാ അനിഷ്തകത് ഖദമാ, തന്റെ സ്വന്തം തിരുപാദങ്ങൾ തന്നോട് സങ്കടം പറയുന്നത് വരെ. അല്ലുറമിൻ വറമീ, നീരു കെട്ടി വീർത്തിട്ട് കടഞ്ഞിട്ട് നിൽക്കാൻ വയ്യ നബിയേ.
ഇനിയൊന്ന് കിടക്കണം. അങ്ങയുടെ ബോഡി തിരുബോഡി പൊക്കിപ്പിടിക്കാനുള്ള കെൽപ്പില്ലാതെ പോയിട്ടുണ്ട്. കാലുകൾ സങ്കടം പറഞ്ഞു, ഇനി കിടന്നില്ലെങ്കിൽ വീഴും, നിങ്ങളുടെ ബോഡി പൊക്കിപ്പിടിക്കാൻ എന്നെ കൊണ്ടാവൂല എന്ന് സ്വന്തം കാലുകൾ സങ്കടം പറഞ്ഞപ്പോൾ ആ പറഞ്ഞതൊരു ആലങ്കാരിക പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ കാലുകളിൽ നീരുകെട്ടി വീർത്ത് വേദന സഹിക്കാൻ കഴിയാതെയാകുന്നതുവരെ മുത്തുനബി നിസ്കരിച്ചു. ബഹുമാനപ്പെട്ട ബീവി ആയിഷത്തു സുഹ്റാ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഒരു രാത്രിയിൽ ഹബീബായ റസൂലുള്ളാഹി എൻ്റെ അടുത്താണ്, സുജൂദങ്ങ് ചെയ്തിട്ട് ത്വാല സുജൂദുഹു, തിരുനബി തങ്ങളുടെ സുജൂദ് ഒരുപാട് നേരത്തേക്കൊന്ന് ദീർഘിച്ചു. എഴുന്നേൽക്കുന്ന കാണുന്നില്ല. എനിക്ക് ഭയമായി, എന്തു സംഭവിച്ചു പഠിച്ചവനെ അറിയില്ല. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ തൊട്ടുനോക്കി. ഹബീബായ റസൂലുള്ളാഹിയെ ഫഗമസ്തുഹു, നബി തങ്ങളെ എൻ്റെ വിരലുകൊണ്ട് ഞാൻ ഇങ്ങനെ കുത്തി നോക്കി. ഇത്തരം ഹദീസുകളൊക്കെ വെച്ച് ഭാര്യ ഭർത്താവിനെ തൊട്ടാൽ ഉദു മുറിയില്ല എന്ന് പറയുന്ന ചില കക്ഷികളുണ്ട്. അവരോട് ഞാൻ പറയുന്നു, നിസ്കരിക്കുന്ന മുത്തുനബിയെ തൊട്ടത് വസ്ത്രമുള്ള ഭാഗത്താവാം, ഒരു കുഴപ്പവുമില്ലല്ലോ. അത് സാധ്യതയുണ്ടാകുമ്പം എന്തിന് അതിനെയൊക്കെ തള്ളിക്കളയണം? അതാ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ തൊട്ടുനോക്കി. സുജൂദിലാണല്ലോ കിടക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ തൊട്ടുനോക്കിയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളകി, അനങ്ങി. അപ്പോൾ ആയിഷ ബീവിക്ക് മനസ്സിലായി, ഇല്ല, വിഷമമൊന്നുമില്ല, പന്തികേടൊന്നും സംഭവിച്ചിട്ടില്ല. എഴുന്നേറ്റപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയോട് പറയുകയാണ്, ആയിഷ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നീ സംശയിക്കുന്നുണ്ടോ? ആയിഷ ബീവി മുത്തുനബിയുടെ അടുത്തായപ്പോൾ ഉണർന്നപ്പോൾ ആയിഷ ബീവി റസൂലുള്ളാഹിയെ കാണാത്തപ്പോൾ മറ്റു ഭാര്യമാരുടെ അടുത്തേക്ക് പോയതാണോ എന്ന് കരുതി, അതുകൊണ്ടാണോ തൊട്ടത് എന്ന് കരുതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ആയിഷ ബീവി പറഞ്ഞ മറുപടി, ഇല്ല നബിയേ, സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല, അങ്ങയെ ഞാൻ സംശയിച്ചതല്ല. പിന്നെയോ ലനന്തു അന്നക ഖുബിൽത ഫീ സുജൂദിക യാ റസൂലല്ലാഹ്, നബിയേ, ദീർഘമായി സുജൂദിൽ കിടന്നപ്പോൾ അങ്ങയുടെ റൂഹ് പിടിക്കപ്പെട്ടോ എന്നൊരു സംശയം തോന്നിയപ്പോൾ തൊട്ടു നോക്കിയതാണ്. അപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടു, ഇല്ല, കുഴപ്പങ്ങളൊന്നുമില്ല, പന്തികേടൊന്നുമില്ല. ആ നിസ്കരിച്ചിരുന്നത് ശഅബാൻ 15 എന്ന് പറഞ്ഞെങ്കിൽ ബറാഅത്ത് രാവിനെ കൊച്ചാക്കുന്ന വ്യതിയാന ചിന്താഗതിക്കാർ മനസ്സിലാക്കിക്കോളൂ, ഇതൊന്നും ഒരു നല്ല സ്വഭാവമല്ല, ഇതൊന്നും നമുക്ക് വിജയത്തിനുള്ള കാരണങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. മുത്തുനബിയുടെ സുന്നത്തുകളെ പരിഹസിക്കേണ്ട. ബറാഅത്ത് രാവ് പ്രാർത്ഥനാ ഫലമുള്ള വലിയ ഒരു നാള് തന്നെയാണ്, സംശയമില്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ വരുന്നു. അല്ലാഹു പറയുന്നു, രാവും പകലും നൽകിയത് വിശ്രമിക്കാനും ജോലിക്ക് പോകാനും രണ്ടു സമയത്തും വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കാനുമാണ് എന്ന് പറഞ്ഞെങ്കിൽ എവിടെ നമ്മുടെ ഭാഗത്ത് നന്ദി? ഇത്രയും അല്ലാഹു നൽകിയിട്ട് നമ്മുടെ ഭാഗത്ത് നന്ദിയുണ്ടോ? രാത്രി കിടക്കുന്നു, രാവിലെ ഉണരുന്നു. ഇതുതന്നെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു മിനി മൗത്തുകളും ബഅസുകളും കാണിക്കുകയാണ്. മിനി മരണവും പുനരുത്ഥാനവും അല്ലാഹ് ഓരോ ദിവസവും മനുഷ്യനോടൊപ്പം വെച്ചിട്ടുണ്ട്. വഹുവല്ലദീ യതവഫാകും ബില്ലൈൽ വയഅലമു മാ ജറഹ്തും ബിന്നഹാർ ثم يبعثكم فيه ليقضى أجل مسمى ثم إليه مرجعكم ثم ينبئكم بما كنتم تعملون. സൂറത്തുൽ അൻആം 60. അല്ലാഹ് പറഞ്ഞ പ്രയോഗം റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ കൂടെ വെക്കേണ്ടതാ. അന്നൗമു അഹുൽ മൗത്ത്, മരണം, ഉറക്കം മരണത്തിന്റെ അനുജനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് പറയുന്നു, വഹുവല്ലദീ യതവഫാകും ബില്ലൈൽ, അല്ലാഹ് നിങ്ങളെ രാത്രിയിൽ മരിപ്പിക്കുന്നു. ഉറക്കുന്നതിനെ കുറിച്ചായി പറയുന്നത്, ഉറക്കിക്കിടക്കുന്നതിനെ കുറിച്ചാ പറയുന്നത്. വഹുവല്ലദീ യതവഫാകും ബില്ലൈൽ, രാത്രിയിൽ അല്ലാഹ് നിങ്ങളെ മരിപ്പിക്കുന്നു. വയഅലമു മാ ജറഹ്തും ബിന്നഹാർ,
ആ സമയത്ത് നിങ്ങൾ ഉറക്കിക്കെടുത്തുമ്പോഴേ നിങ്ങളുടെ റൂഹ് പിടിക്കാൻ എന്തൊരു സുഖമാ. കാരണം ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന സമയത്ത് നേരം വെളുക്കുമ്പോഴാണെങ്കിൽ ഒന്നും മനുഷ്യന് ചെയ്യാൻ കഴിഞ്ഞിട്ടല്ല. എന്നാലും മക്കളെ വാപ്പാക്ക് വേദന വരുന്നു എന്ന് പറയുമ്പോഴേക്ക് മക്കൾ വണ്ടിയെടുത്ത് ചീറിപ്പാഞ്ഞ് മെഡിക്കൽ കോളേജിലെത്തിക്കുന്നു, ICUവിൽ പ്രവേശിപ്പിക്കപ്പെടുന്നു, വേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നു. അതെ, ഒന്ന് വിളിച്ചു നോക്കാം, സഹായങ്ങൾ തേടി നോക്കാം, ചികിത്സകൾ അന്വേഷിക്കാം, ചികിത്സകൾ ലഭിക്കും. ഇതൊക്കെ പകലുള്ള ആനുകൂല്യമാണെങ്കിൽ രാത്രിയിൽ അതിനൊന്നിനും കഴിയില്ല. കണ്ടില്ലേ, നിങ്ങൾ എത്ര പേര് പറയാറുണ്ട്, ഉസ്താദേ വാപ്പ ചോറ് തിന്ന് കിടന്നതാണ്, നേരം വെളുത്ത് എന്നും സുബഹിക്ക് എഴുന്നേൽക്കുന്നതാണ്, എഴുന്നേൽക്കുന്നില്ല. ഞങ്ങൾ പോയി തട്ടി വിളിച്ചപ്പം ശരീരമാസകലം കുലുങ്ങുന്നു, വാപ്പ എപ്പോഴോ മരിച്ചു മരവിച്ചു പോയി. എത്ര കേസുകളാ കേൾക്കാറുള്ളത്. അള്ളാഹു അങ്ങനെയുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സ്വബോധത്തോടെ കലിമത്തു തൗഹീദൊക്കെ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. രാത്രിയിൽ മരിക്കുന്നവരൊക്കെ കലിമ ചൊല്ലാതെയാണ് മരിച്ചതെന്നല്ല, ആ മനുഷ്യൻ അത് അറിഞ്ഞിട്ടുണ്ടാവാം, അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ടാവാം, ഒരു പക്ഷേ നിന്നെ വിളിച്ചിട്ടുണ്ടാവാം, മോനെ നീ ഉണർന്നില്ല, അങ്ങനെയൊക്കെ വരാം. ഞാൻ പറഞ്ഞു വന്നത് അതിനുപോലും സാധിക്കാതെ ഉറക്കത്തിൽ നിന്ന് മരണത്തിലേക്ക് വളരെ വളരെ അടുത്താ നിൽക്കുന്നത്. അല്ല പറയാണ്, നിങ്ങളെ അല്ലാഹു മരണസമാനമായ ഉറക്കിൽ കിടത്തുമ്പോ വയഅലമു മാ ജറഹ്തും ബിന്നഹാർ, പകല് നിങ്ങൾ കാട്ടിക്കൂട്ടിയ കൂത്താട്ടങ്ങൾ പടച്ചോനറിയാഞ്ഞിട്ടല്ല കേട്ടോ. വയഅലമു മാ ജറഹ്തും ബിന്നഹാർ, പകല് നിങ്ങൾ കാട്ടിക്കൂട്ടിയ മുഴുവൻ തോന്നിവാസങ്ങളും റബ്ബിനറിയാം. അറിയാത്തത് കൊണ്ടല്ല, അവിടുന്ന് അങ്ങോട്ട് മരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, അള്ളാഹ്ക്ക് എപ്പോഴും എളുപ്പം തന്നെയാ. എന്നാൽ ജനങ്ങളുടെ വീക്ഷണത്തിലായി സംസാരം. വയഅലമു മാ ജറഹ്തും ബിന്നഹാർ സുമ്മ യബ്അസുകും ഫീഹി, പിന്നെ പകലിൽ വീണ്ടും അല്ലാഹ് നിങ്ങളെ ഹയാത്താക്കുകയാണ്, നിങ്ങളെ പുനരുത്ഥാനം നൽകുന്നു. നിങ്ങൾക്ക് കണ്ടോ, ബഅസ് പുനരുത്ഥാനം നൽകുന്നു എന്നാ പറഞ്ഞത്. ഉണർത്തുന്നതിനെ കുറിച്ചാണ് ഇത്. എന്തിന്? നിങ്ങൾക്കല്ല 50 വയസ്സ് ആയുസ് കണക്കാക്കിയിട്ടുണ്ട്, 60 വയസ്സ് ആയുസ് കണക്കാക്കിയിട്ടുണ്ട്. 63-ലാണ് മരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്, 84-ലാണ് ഉപ്പാ നിങ്ങളുടെ മരണം കണക്കാക്കിയത്. അതുകൊണ്ട് പിറ്റേന്ന് രാവിലെ ഉണരുന്നു. ഫിക്സഡ് സമയം കഴിയാൻ അല്ലാഹ് തീരുമാനിച്ചൊരു സമയമുണ്ട്, ആ സമയത്തിലേക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ. അതുവരെയുള്ള സമയം നിങ്ങൾ തള്ളി നീക്കാൻ. എന്നിട്ടോ അന്ന് നിങ്ങളെ സുമ്മ ഇലൈഹി മർജിഉകും, പിന്നെ നിങ്ങളെ എന്നേക്കുമായി അല്ലാഹുവിലേക്ക് മടക്കും. സുമ്മ യുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, എന്നിട്ട് ഈ ഭൂമിയിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്ന് അല്ലാഹു നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരികയും ചെയ്യും. സുമ്മ യുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. അപ്പൊ ഇതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രാവും പകലും നമുക്ക് തന്നത്, ഉറങ്ങാനും നേരം വെളുത്താൽ പണിക്ക് പോകാനും അതോടൊപ്പം അല്ലാഹുവിന് ശുക്ർ കാണിക്കാനും എന്ന് പറഞ്ഞു. അതിങ്ങനെ മാറി 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പടച്ച റബ്ബ് രാവിനെയും പകലിനെയും നമുക്കിങ്ങനെ മാറ്റിത്തരുന്നു. രാവോ പകലോ ആദ്യമുണ്ടായത്? ഒരു സംശയമാണ്, ഒരു വലിയ ചർച്ചയാണ്. രാവാണോ പകലാണോ ആദ്യമുണ്ടായത്? രാത്രിയാണെന്ന് പറഞ്ഞവരുണ്ട്, പകലാണെന്ന് അഭിപ്രായം പറഞ്ഞവരുമുണ്ട്, രാത്രിയാണെന്ന് അഭിപ്രായം പറഞ്ഞവരാണ് കൂടുതലുമുള്ളത്. കാര്യത്തിന്റെ നിജസ്ഥിതി എന്ത്? വിശുദ്ധ ഖുർആൻ അന്വേഷിക്കുന്ന സമയത്ത് രാവോ പകലോ ആദ്യം ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അതിന് സംശയമല്ല. രാവോ പകലോ ആദ്യം ഉണ്ടായതെന്ന് ചോദിച്ചാൽ രണ്ടും ആദ്യമല്ല, അതാണ് അതിന്റെ മറുപടി. രണ്ടും ആദ്യമല്ല. കാരണം എന്താ? ഭൂമി ഉരുണ്ടിട്ടാണെങ്കിൽ ഒരു ഭാഗത്ത് രാവ് വരുമ്പോൾ ഒരു ഭാഗത്ത് പകല് വരും. ആ കാര്യം ഉറപ്പാണ്. ഒരു രാവ് ഏതു ഭാഗത്തേക്കാണോ സൂര്യൻ അഭിമുഖീകരിച്ച് കിടക്കുന്നത് ആ ഭാഗത്ത് പകലായിരിക്കും, മറുഭാഗത്ത് രാത്രിയുമായിരിക്കും. ഈ കാര്യം മനസ്സിലാക്കാൻ നമുക്കൊരു പ്രയാസവുമില്ലല്ലോ. ഒരു ബോൾ മുന്നിൽ വെച്ച് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ കാര്യം പെട്ടെന്ന് ബോധ്യപ്പെടും. എന്നിട്ട് ഈ ബോൾ ഇങ്ങനെ കറങ്ങുന്നുവെങ്കിൽ ഇങ്ങനെ കറങ്ങി ഇങ്ങേ ഭാഗത്തെത്തുന്ന സമയത്ത് നേരത്തെ ഇരുട്ട് വന്നിടത്ത് വെളിച്ചമായിരിക്കും, വെളിച്ചം വന്നിടത്ത് ഇരുട്ടായിരിക്കും. അപ്പോൾ അത് തന്നെ നമുക്ക് കണ്ടോ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നത്
വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല വന്നഹാറ ഖിൽഫ. അല്ലാഹുവാണ് രാവിനെയും പകലിനെയും ആക്കിയത് ഖിൽഫതൻ, ഒന്നൊന്നിനെ പിറകെ വരുന്നതാക്കി. എന്നോ രാവും പകലും മുമ്പിലല്ല, ഒന്നൊന്നിന് പിറകെ വരുന്നതാക്കി. രാവ് പകലിന്റെ പിന്നിലാണ്, പകല് രാവിന്റെ പിന്നിലാണ്. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്ന സമയത്ത് സൂര്യനും ചന്ദ്രനും ഭൂമിയും ഇതെല്ലാം സംവിധാനിക്കുന്ന സമയത്ത് എവിടെയായിരുന്നോ അന്ന് പകലുണ്ടായിരുന്നത് അവർക്ക് ആദ്യം പകല് മുന്നിലായിരിക്കും. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം പകലിന്റെ പിന്നിലാണ് രാത്രി വന്നത്. അതേസമയം രാത്രിയാകുമ്പോൾ രാത്രിക്ക് പിന്നിലാണ് പകല് വന്നത്. യഥാർത്ഥത്തിൽ രാവോ പകലോ രണ്ടും ഒരുമിച്ചാണുണ്ടായത്. അതുകൊണ്ട് ഈ ആയത്തിൽ നിന്ന്, സൂറത്തുൽ ഫുർഖാനിലെ ആയത്തിൽ നിന്നത് മനസ്സിലാക്കാം. അത് തന്നെ വലിയ ഒരു തെളിവാണ്. ഭൂമി ഉരുണ്ടിട്ടാണെന്നതിന് ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. വേറെയും തെളിവുകൾ സമർപ്പിക്കാനുണ്ട് ധാരാളം. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിക്കാൻ വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല വന്നഹാറ ഖിൽഫാ ലിമൻ അറാദ അൻ യദ്ദക്കർ. പാഠം ഉൾക്കൊള്ളണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയാണ് അല്ലാഹു രാവും പകലും മാറി മാറി ഒന്നിനു പിറകെ മറ്റൊന്ന് വരുന്നതാക്കിയത്. രാവിന് പിറകെ പകലും പകലിന് പിറകെ രാവും വരുന്ന അവസ്ഥയിലാണ് ഉണ്ടാക്കിയത്. ഔ അറാദ ശുകൂറാ, അല്ലാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കണമെന്നും ചിന്തിക്കണമെന്നും പാഠം ഉൾക്കൊള്ളണമെന്നും ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ഇതൊക്കെ വലിയ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് വെച്ചിരിക്കുന്നത്. സൂറത്തുൽ ഫുർഖാനിന്റെ 62-ാം ആയത്തിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു. സൂറത്തുൽ ഫുർഖാനിന്റെ 62-ാമത്തെ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ഇത് പറയുമ്പോൾ സ്വാഭാവികമായൊരു സംശയം വരെ വന്നേക്കാം. ഖുർആനിനെ കുറിച്ച് ചെറിയ അറിവുള്ള ആളുകൾക്ക് തോന്നിപ്പോകാവുന്നതാണ്. വഇലൽ അർളി കൈഫ സുതിഹത്, ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ അവർ? കൈഫ സുതിഹത, ഭൂമിയെ എങ്ങനെയാണ് പരത്തപ്പെട്ടത് എന്ന ആ ആയത്ത് വെച്ചിട്ടാണ് ഖുർആന് ഗോളശാസ്ത്രം അറിയില്ല, ഭൂമി പരന്നിട്ടാണെന്ന് ആ ഖുർആൻ പറയുന്നത്. ചിന്തിക്കാത്തത് കൊണ്ടാ. ഖുർആൻ ഇത്തരം ഖണ്ഡിതമായ തെളിവുകൾ വേറെ പറഞ്ഞിട്ടുണ്ട്. ഭൂമി ഉരുണ്ടിട്ടാണെന്ന് തെളിയിക്കുന്നതിന് ധാരാളം തെളിവുകൾ. രാത്രിയെ പകലിന്റെ മേൽ ചുറ്റിക്കുന്നു എന്നാ അല്ലാഹു പറയുന്നു. ചുറ്റിക്കണമെങ്കിൽ തന്നെ ഭൂമി ഉരുണ്ടിട്ടായിരിക്കണം. യുഖബ്ബിറുൽ ലൈല അലൻ നഹാർ, ഇങ്ങനെ ധാരാളം തെളിവുകൾ പറയാനുണ്ട്. പക്ഷെ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ത്? ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഭൂമി ഉരുണ്ടിട്ടാണെന്ന് സ്ഥാപിക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ടവരതിന് മറുപടി പറഞ്ഞു. ഖുർആൻ പറഞ്ഞത് വലിയ ഒരു അർത്ഥമുള്ള കാര്യമാണ്. വഇലൽ അർളി കൈഫ സുതിഹത്, നമ്മുടെ കൺകാഴ്ചയിൽ അത് പരന്നിട്ടാണ് നിൽക്കുന്നതെന്നാണ് വഇലൽ അർളി കൈഫ സുതിഹത് എന്ന് പറഞ്ഞതിന്റെ ആശയം. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒരു ഉദാഹരണത്തിലൂടെ ഈ കാര്യം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഈ ഭൂമി, ഗോളാകൃതിയിലുള്ള ഭൂമിക്ക് മുകളിൽ നാം നിൽക്കുമ്പോൾ ഉരുണ്ട വലിയ ഒരു പന്തിന് മുകളിൽ ഇട്ടിരിക്കുന്ന ഒരു ഉറുമ്പിന്റെ അവസ്ഥയാണ്. ഒരു പന്തിന് മുകളിൽ കയറി സഞ്ചരിക്കുന്ന ഉറുമ്പിനോട് ഈ പന്ത് ഉരുണ്ടിട്ടോ പരന്നിട്ടോ എന്ന് ചോദിച്ചാൽ ഉറുമ്പ് പറയും ഇത് പരന്നിട്ടാണ്. കാരണം ഉറുമ്പ് ഏതു വഴിക്ക് ആ പന്ത് മുഴുവൻ ചുറ്റിക്കറങ്ങിയാൽ നോക്കുമ്പോൾ അതിന്റെ കൺകാഴ്ചയിൽ അത് പരന്നിട്ടാണ് അതിന് തോന്നുന്നത്. നേരെ മറിച്ച് ആ ഉരുണ്ട പന്ത് മുഴുവനായി കാണാൻ കഴിയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയും പന്ത് ഉരുണ്ടിട്ടാണ്. ഇതേ രൂപത്തിലാണ് ഉരുണ്ട ഭൂമി മുഴുവനും കാണാൻ പറ്റാത്തതുകൊണ്ട് ഭൂമി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൂമി അവരുടെ കാഴ്ചയിൽ പരന്നിട്ടാണെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ആ രൂപത്തിൽ എന്നാൽ ആ രാത്രി വലിയ ഒരു അനുഗ്രഹമാണ് ഉറക്കം. ആ ഉറക്കത്തിലേക്ക് പോകുമ്പം ഞാനും നിങ്ങളും അല്ല എനിക്ക് നൽകിയത് വലിയൊരു അനുഗ്രഹമാണെന്ന നിലക്ക് അല്ലാഹുവിനോട് നന്ദി പറയാറുണ്ടോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പം ഉറക്കത്തിന് ഈ പറഞ്ഞ ഭീഷണികളൊക്കെ ഉണ്ട്. പെട്ടെന്ന് മരണത്തിലേക്ക് എടുത്തു ചാടിയേക്കാം. പിറ്റേന്ന് ഹയാത്ത് കിട്ടിയാ കിട്ടി,
അതുകൊണ്ട് തന്നെ അല്ലാഹുവിൽ അർപ്പിച്ചിട്ട് വേണം നിങ്ങൾ കിടക്കാൻ. ബിസ്മിക റബ്ബീ. സ്വഹീഹായ ഹദീസിൽ മുത്തുനബി പഠിപ്പിക്കുകയാണ്, ഉറങ്ങാൻ ചെന്ന് ബെഡിൽ കിടക്കുമ്പോൾ നിങ്ങൾ ചൊല്ലണം ആയത്തുൽ കുർസിയും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനും ഒക്കെ ഓതി കയ്യിലൂതിയിട്ട് അത് മുഖത്ത് തടവണം, തലയിൽ തടവണം. ആ കൈ ദേഹമാസകലം എത്താവുന്നിടത്തൊക്കെ ആ കൈ എത്തിക്കണം. എന്ത് ആ ഊത്തിൽ ചിലതൊക്കെ കിട്ടാനുണ്ട്, അതുകൊണ്ടാണ് ആ കൈ അവിടെയൊക്കെ എത്തിക്കണം എന്ന് പറഞ്ഞ്. ഊത്തിന് ഫലമില്ലെങ്കിൽ എന്തിനാ കൈ എത്തിക്കുന്നത് കൂട്ടരെ? അല്ലെങ്കിൽ നാവല്ലേ എത്തിക്കേണ്ടത്? ചൊല്ലിയ നാവ് കൊണ്ട് ചൊല്ലി കയ്യിലേക്ക് ഊതുമ്പോൾ ആ ഊത്തിലെന്തോ ഒരു ഫലം പകർന്നു കിട്ടുന്നുണ്ടെന്നാണല്ലോ നമ്മൾ വിശ്വസിക്കേണ്ടത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. എന്നിട്ടോ നബി തങ്ങൾ പറഞ്ഞു, കിടക്കുമ്പോൾ നീ പറയണം ബിസ്മിക റബ്ബീ, എൻ്റെ നാഥാ നിന്റെ പേരിലാണ്. ബിസ്മിക റബ്ബീ വദഅതു ജംബി, ഞാൻ എൻ്റെ പാർശ്വം ഇതാ ഭൂമിയിലേക്ക് വെക്കുകയാണ്. ഒന്നുറങ്ങണം, നല്ല ക്ഷീണമുണ്ട്, ഉറങ്ങാതിരിക്കാൻ വയ്യ. നീ പറഞ്ഞതാണ് ഉറക്കം വിശ്രമമാണ്. ഞാനിതാ ഉറങ്ങാൻ പോകുന്നു. നിന്റെ നാമത്തിലാണ് ഞാൻ കിടക്കുന്നത്, ഞാൻ ചെരിയുന്നത് നിന്റെ നാമത്തിലാണ്. ബിസ്മിക റബ്ബീ വദഅതു ജംബി വബിക അർഫഉഹു. ഇൻഷാ അല്ലാഹ് പടച്ചോനെ നീ തുണക്കുകയാണെങ്കിൽ, വബിക നിന്റെ കാവലുണ്ടെങ്കിൽ മാത്രം, നിന്റെ തുണയുണ്ടെങ്കിൽ മാത്രം, നിന്നെ കൊണ്ട് മാത്രമാണ്. അർഫഉഹു, ഞാൻ ഇന്ന് നിലത്ത് വെച്ച ബോഡി നാളെ പൊക്കുക. നിന്റെ കാവലില്ലെങ്കിൽ പൊക്കാൻ കഴിയൂല. വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സീ, ഈ അവസ്ഥയിൽ നീ എൻ്റെ ആത്മാവിനെ പിടിക്കുകയാണെങ്കിൽ, പറയാൻ പറ്റില്ല, ഉറക്കത്തിലെങ്ങാനും എൻ്റെ ആത്മാവിനെ കൊണ്ടുപോകുകയാണെങ്കിൽ, ഫർഹംഹാ, പടച്ചോനെ ആത്മാവിനെ നീ അനുഗ്രഹിക്കണം കേട്ടോ. ഷഹാദത്ത് കലിമ ചൊല്ലാനുള്ള ഒരു അവസരം തരണം. നല്ല നിലക്ക് മരിക്കുന്നവരുടെ ലിസ്റ്റിൽ എന്നെ പെടുത്തണം. ഇല്ലിയീനിലേക്ക് എൻ്റെ ആത്മാവിനെ ഉയർത്തണം. അനുഗ്രഹിക്കപ്പെടാത്ത ദുർജനങ്ങളുടെ കൂട്ടത്തിൽ എന്റെ ആത്മാവിനെ പെടുത്തരുത്. നാളെ രാത്രി, നാളെ നേരം വെളുക്കുമ്പോ എന്നെ ഉണർത്താനാണോ തീരുമാനം? എന്റെ ആത്മാവിനെ എനിക്കു തന്നെ വിട്ടുതരികയാണെങ്കിൽ കഴിഞ്ഞുപോയ അമ്പിയാക്കളും ഔലിയാക്കളും അടങ്ങുന്ന നിന്റെ സാലിഹീങ്ങളായ അടിമകളില്ലേ, അവരെ നീ കാത്തു സൂക്ഷിച്ചതുപോലെ എൻ്റെ ആത്മാവിനെ നീ സൂക്ഷിക്കണം. പകലങ്ങോട്ടായാൽ എന്തൊക്കെ വേണ്ടാത്തരാ ഞാൻ ചെയ്യാ എന്നെനിക്ക് പറയാൻ പറ്റില്ല. അല്ലാ, ഇപ്പോൾ എനിക്കറിയില്ല. സാഹചര്യങ്ങളുടെ അടിമയാണ് മനുഷ്യൻ. നീ എന്നെ കാക്കണം മഹാന്മാരെ കാത്തതുപോലെ. ഞാൻ ചോദിക്കട്ടെ, ഞാനിത് പറയുമ്പോൾ എൻ്റെ സദസ്സിലുള്ള ധാരാളം ആളുകൾ ആ ദിക്റിന്റെ കൂടെ ഇങ്ങനെ ചൊല്ലുന്നു. എന്തുകൊണ്ടാ? രാത്രി കിടക്കുമ്പോൾ ചൊല്ലുന്നത് കൊണ്ടാണോ? അല്ല, 2ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പഠിച്ചതാണ് മദ്രസയിൽ നിന്ന്. അല്ലാതെ എന്നും രാത്രി കിടക്കുമ്പം ചൊല്ലുന്ന ആ പരിചയം കൊണ്ടാണോ? ആണെങ്കിൽ നിങ്ങൾ ധന്യരാണ്. അതൊക്കെ ചൊല്ലുന്നവർ ചെറിയ കാര്യമല്ല ചെയ്യുന്നത്. ഇല്ലാത്തവർക്ക് പുതിയതായി മനഃപ്പാഠമാക്കുക പോലും ചെയ്യണ്ട. ഇന്ന് ഞാൻ പറയുന്നു, കിടക്കുമ്പം മറക്കല്ല. ഇന്ന് മുതൽ ശീലമാക്ക്. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. ആരെങ്കിലും മറന്നുപോയെങ്കിൽ രണ്ടാമത് ചെല്ലുമ്പോൾ കുറേ ആളുകൾ ഏറ്റുചൊല്ലി, കൂട്ടത്തിലേറ്റു ചെല്ലാത്തവരുണ്ട്, അറിയുന്നവരും ചെല്ലാതിരുന്നിട്ടുണ്ടാവും. എന്നാൽ ഞാൻ പറയുന്നു, ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ 2ാം ക്ലാസ്സിലെ കുട്ടിൻ്റെ ബുക്കൊന്ന് എടുത്തു നോക്കിയാൽ മതി. അതിലുണ്ടത്. രണ്ടാമതൊന്ന് പഠിക്കണം, എന്നിട്ടത് ജീവിതത്തിൽ പകർത്തണം. നമ്മൾ ഇത്തരം ദിക്റുകളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് കോളം പൂരിപ്പിക്കാൻ മാത്രമാണ്, അല്ലേ? കിടക്കുമ്പോൾ ബിസ്മിക റബ്ബി ഇബാദക സാലിഹീൻ ഇബാദക സാലിഹീൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ പൂരിപ്പിച്ചു കൊടുക്കും. വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സാലിഹീൻ. പൂരിപ്പിക്കാൻ അതങ്ങനെയാണ്. ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ദിക്റുണ്ട്. ആരാ ചൊല്ലാറുള്ളത്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. അതൊക്കെ ഇങ്ങനത്തെ ദിക്റുകളൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് അത് ഉത്തരം ചെയ്താൽ മാത്രം കണക്ക് കൂട്ടി വെച്ചത്.
ജീവിതത്തിൽ പകർത്തുന്നവർ വളരെ കുറവാണ്. എന്നാലോ നല്ല ഒരു ശതമാനം ആളുകൾ ഇതൊക്കെ ജീവിതത്തിൽ നല്ലോണം കൃത്യമായി പുലർത്തുന്നവരുണ്ട്. ഇതൊക്കെ ശരിക്ക് സ്വഹീഹായ ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഒരു കൂട്ടർക്കും ഇതിലൊന്നും തർക്കവുമില്ല. അർത്ഥസംബന്ധമായ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ തർക്കം ഉണ്ടായേക്കാം. മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന് പറഞ്ഞാൽ ആൺപിശാച്ചിനെ തൊട്ടും പെൺപിശാച്ചിനെ തൊട്ടും എന്ന് പറഞ്ഞാൽ ആൺകൊതുകിനെ തൊട്ടും പെൺകൊതുകിനെ തൊട്ടുമാണ് എന്നൊക്കെ പറയുന്നവരുണ്ടാവും. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം.